നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ സെൽറ്റ വിഗോക്കെതിരെ നടന്ന മത്സരത്തിൽ FC ബാഴ്സലോണ വിജയിച്ച് കയറിയെങ്കിലും അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആശങ്ക റോബർട്ട് ലെവൻഡോസ്കിയുടെ പരിക്കായിരുന്നു. അതിനെക്കുറിച്ച് ഇന്നലെ ഹൻസി ഫ്ലിക്ക് പറഞ്ഞത് ഇന്ന് MRI എടുക്കും, അതിനുശേഷമാണ് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്ന്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ FC ബാഴ്സലോണ അറിയിച്ചിരിക്കുകയാണ്. ബാഴ്സലോണ ടെസ്റ്റ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്, താരത്തിൻ്റെ കാര്യത്തിൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പരിക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു. ബാഴ്സലോണയുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ടെസ്റ്റ് carried out on Sunday have confirmed that first team player Robert Lewandowski has left semi-tendinous injury. അദ്ദേഹത്തിന് ഇപ്പോൾ ഇടത് സെമി ടെൻഡിനസിൽ ഇഞ്ചുറി ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, എന്ന് മടങ്ങി വരും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച്, ഈ ട്രീറ്റ്മെൻറ്റിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ്, അതിലെ പ്രോഗ്രസ് അനുസരിച്ച് മാത്രമേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ എന്നുകൂടി FC ബാഴ്സലോണ പറയുമ്പോൾ കൃത്യമായിട്ടൊരു ഡേറ്റ് അവർ പറയുന്നില്ല എന്നുള്ളതും ആശങ്കയാണ്. അതേസമയം സ്പാനിഷ് മാധ്യമങ്ങൾ ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നത്, അതിൽ പറയുന്നത് ലെവൻഡോസ്കി വിൽ ബി ഔട്ട് ഫോർ 3 weeks എന്നാണ്. 3 ആഴ്ചക്കാലം, മിനിമം 3 ആഴ്ചക്കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ്. അങ്ങനെ പുറത്തിരിക്കേണ്ടി വന്നാൽ സംഭവിക്കാവുന്നത് അടുത്ത കൊപ്പ ഡെൽ റേ ഫൈനൽ മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും. രണ്ടാം പാദ മത്സരമാകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റ് ആകും എന്ന് തന്നെ പ്രതീക്ഷിക്കും. ഏതായാലും ബാഴ്സയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയാണ്. ബാൽഡെ ഇല്ലാതെ, ലെവൻഡോസ്കി ഇല്ലാതെ, 2 സുപ്രധാന താരങ്ങളില്ലാതെ അവർക്ക് ഈ സുപ്രധാന മത്സരങ്ങൾ കളിക്കേണ്ടി വരികയാണ്. ഇതൊരു കഠിന പരീക്ഷണമാണ്. ഫ്ലിക്കും സംഘവും എങ്ങനെ തരണം ചെയ്യും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.